വടക്കാഞ്ചേരി നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന ബോയ്സ് എൽ പി സ്കൂളിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഓൺലൈനായി നിർവഹിച്ചു. ചടങ്ങിൽ വടക്കാഞ്ചേരി എം.എൽ.എ. സേവ്യർ ചിറ്റിലപ്പള്ളി അധ്യക്ഷനായി. സ്മാർട്ട് ക്ലാസുകൾ ഉൾപ്പെടെ ആധുനിക സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. സേവ്യർ ചിറ്റിലപ്പള്ളി എം.എൽ.എയുടെ ശ്രമഫലമായി വിദ്യാകിരണം പദ്ധതിയിൽ 1.17 കോടി രൂപ ചെലവിട്ടാണ് കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചത്. ആധുനിക സൗകര്യങ്ങളോടുകൂടിയ 8 ക്ലാസ് മുറികളും വരാന്ത, ഗോവണി, സ്റ്റീൽ വിൻഡോ, വാതിലുകൾ, ബാത്റൂം ഉൾപ്പെടെ 542 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. ചടങ്ങിൽ വടക്കാഞ്ചേരി നഗരസഭ ചെയർമാൻ പി.എൻ. സുരേന്ദ്രൻ, വടക്കാഞ്ചേരി നഗരസഭ അസിസ്റ്റന്റ് എഞ്ചിനീയർ റിസ്മി മുഹമ്മദ്, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി.വി. മുഹമ്മദ് ബഷീർ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനൂപ് കിഷോർ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി.ആർ. അരവിന്ദാക്ഷൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജമീല ബി. ഷംസുദ്ദീൻ, വടക്കാഞ്ചേരി നഗരസഭ ഡിവിഷൻ കൗൺസിലർ സന്ധ്യ കൊടക്കേടത്ത്, എ.ഡി. അജി, വിജേഷ് കെ, കമലം ശ്രീനിവാസൻ, എസ്.എ.എ. ആസാദ്, ജയദീപ് പി.ജി, എം.ആർ. സോമനാരായണൻ, എൻ.കെ. പ്രമോദ് കുമാർ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് അജിത് മല്ലയ്യ, വടക്കാഞ്ചേരി വ്യാപാരി വ്യവസായി സമിതി പ്രസിഡന്റ് വത്സലകുമാർ കെ.വി, ശങ്കരൻകുട്ടി സി.എ, പി.ടി.എ പ്രസിഡന്റ് സിരാജ് മാരാത്ത്, അനീഷ റിൻസാദ് എന്നിവർ ചടങ്ങിൽ ആശംസകൾ അറിയിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ സ്റ്റെല്ല വിജയ് നന്ദിയും പറഞ്ഞു. പുതിയ മന്ദിരത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിക്കുന്നു. ഇതിന് നേതൃത്വം കൊടുത്ത ബഹുമാനപ്പെട്ട എം.എൽ.എ. സേവ്യർ ചിറ്റിലപ്പള്ളിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. വളരെ മാതൃകാപരമായ പ്രവർത്തനമാണ് എം.എൽ.എ. എന്ന നിലയിൽ ചിറ്റിലപ്പള്ളി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരിക്കൽ കൂടി അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അപ്പോൾ അതത്ര മോശമൊന്നായിരുന്നില്ല. നമ്മളൊക്കെ പഠിച്ച വിദ്യാലയമാണല്ലോ. പൊതുവിദ്യാഭ്യാസ രംഗത്തുനിന്ന് കുട്ടികൾ അല്പാൽപമായി കുറയുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടു. ആ സാഹചര്യത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ സംസ്ഥാനത്ത് രൂപപ്പെട്ട ജീവിത നിലവാരത്തിലൊരു മാറ്റമുണ്ട്. ആ മാറ്റത്തിനനുസരിച്ച് പൊതുവിദ്യാലയങ്ങളും അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറും ശക്തമായി വികസിക്കേണ്ടതുണ്ട് എന്ന ഒരു സാഹചര്യത്തിൽ വിദ്യാലയങ്ങളുടെ പൊതുവായ അന്തരീക്ഷത്തിൽ നിന്നും കുറേ കൂടി മെച്ചപ്പെട്ട അന്തരീക്ഷമെന്ന് തോന്നുന്ന അൺഎയ്ഡഡ് രംഗത്തേക്കൊക്കെ തന്നെ വൻതോതിൽ കുട്ടികൾ കൊഴിഞ്ഞു പോകാൻ ആരംഭിക്കുകയും കുടുംബങ്ങളിലെ കുട്ടികളുടെ എണ്ണത്തിൽ വന്ന കുറവുമെല്ലാം തന്നെ ഡിവിഷൻ ഇല്ലാതെയാവുന്നിടത്തേക്ക്, ജോലി ഇല്ലാതാവുന്നിടത്തേക്കൊക്കെ തന്നെ പടിപടിയായി പോവുകയും അൺഎക്കണോമിക്കായ അല്ലെങ്കിൽ ലാഭകരമല്ലാത്ത ഇത്തരം വിദ്യാലയങ്ങളെ അടച്ചുപൂട്ടാവുന്നതാണ് എന്ന ഒരു നയസമീപനത്തിലേക്ക് എത്തുകയും ചെയ്ത ഒരു കാലഘട്ടത്തിലാണ്